പരീക്ഷണ വേദിയാണ്. എന്താണ് സംഭവിക്കുന്നത്? സർക്കാരിനെതിരെ വികാരമുണ്ടെങ്കിൽ ജനങ്ങളെ വികാരമെല്ലാം ഇതിൽ പ്രകടിപ്പിച്ചാൽ ഒരുപക്ഷെ CPM-ന് സർക്കാർ തിരുത്താനുള്ളൊരു അവസരമുണ്ട്. UDF ഇവിടെ പരാജയപ്പെട്ടാൽ വീണ്ടും ഒരു 3 മാസം 4 മാസമെങ്കിലും അവർക്ക് മെച്ചപ്പെടുത്താൻ അവസരമുണ്ട്. BJP-ക്ക് എല്ലാ തവണയും ഞങ്ങൾ മുന്നേറുന്നു പറയുമ്പോഴും അത് കണക്കുകൾ കാണിക്കാനുള്ള അവസരമാണ്. ഇത്തവണ അതില്ലെങ്കിൽ വീണ്ടും അവർക്ക് അതിൽ തിരുത്തേണ്ട പുതിയ നേതൃത്വമാണ് BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ നയിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ഒറ്റ നേതാവിന് കീഴിൽ BJP നിൽക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് അതിനൊരു അവസരമാണ്. അങ്ങനെ 3 മുന്നണികൾ വളരെ പ്രധാനപ്പെട്ടാണ് സൈത്ത്. അത് തിരുവനന്തപുരം നഗരസഭയാണെങ്കിൽ പോലും സംസ്ഥാനം മൊത്തത്തിൽ നോക്കുമ്പോഴും അത്തരത്തിൽ 3 മുന്നണികൾക്കും അക്ഷരാർത്ഥത്തിൽ സെമി ഫൈനലെന്നോ അല്ലെങ്കിൽ ഈ ലല്ലു പറഞ്ഞതുപോലെ അവരുടെ ജനപിന്തുണയുടെ ഉരകല്ലായോ മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവേശത്തോടുകൂടി ആ ഒരു ജാഗ്രതയോടുകൂടി തന്നെയാണ് 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ചിത്രം അതങ്ങനെയാണ്. എന്തായാലും ഈ ക്ഷേമ പെൻഷനും സർക്കാരിന്റെ അവസാന ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങളും എല്ലാ ഭരണവിവാദങ്ങളെയും മറികടക്കാൻ കഴിയും എന്ന് ഇടതു ക്യാമ്പ് വിശ്വസിക്കുന്നു. അതാണ് അവരുടെ ഒരു കോൺഫിഡൻസ്. പക്ഷേ ജനം അങ്ങനെ കരുതുമോ എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം. ക്ഷേമ പെൻഷനൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലുണ്ടാവും. അവരുണ്ടാക്കിയ വിവാദങ്ങൾ, ഭരണരംഗത്തുണ്ടായ പിഴവുകൾ അതൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് വരില്ലേ എന്ന സ്വാഭാവിക സംശയം ജനങ്ങൾക്കും ഉണ്ടാവും. അതൊക്കെ അവരുടെ മനസ്സിലേക്കും വരുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതിനെയൊക്കെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപനം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്ന ഇടത് തന്ത്രത്തെ എങ്ങനെ വിജയിക്കുമെന്നതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കളറും. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. അരുൺ, ഞാൻ മടങ്ങി വരാം. ഡാൻ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാശി നോക്കുമ്പോൾ നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ഇതാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ് പൂരം. പണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പറയാറുണ്ട് പാർട്ടി പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത് എന്ന കാര്യം. എല്ലാ അർത്ഥത്തിലും അത് അങ്ങനെ തന്നെയാണ്. കാരണം താഴേക്കിടയിൽ നിന്ന് എല്ലാ പാർട്ടികളുടെയും സംഘടന കെട്ടിപ്പടുക്കുന്ന ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിന് വളരെ കളറുണ്ട്. ഇത്തവണ സംസ്ഥാനത്തെ മൊത്തം ചിത്രം പരിശോധിക്കുമ്പോൾ ഒന്ന്, തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം വന്നതോടുകൂടി നിയമപരമായി തന്നെ ആളുകളെ പുതുതായി കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു വെല്ലുവിളിയുണ്ട്. പക്ഷേ തിരുവനന്തപുരം നഗരത്തിലും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രവും പരിശോധിക്കുമ്പോൾ നിരവധി യുവമുഖങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുന്നു. അതിൽ വിദ്യാർത്ഥികളുണ്ട്. അതായത് തങ്ങളുടെ പഠനം ഒരു വശത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ജോലി എന്ന പുതിയ ഉത്തരവാദിത്തം, ഇതിനെയൊക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെച്ചുകൊണ്ടും മറ്റും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന് ഞങ്ങൾ പൊതുരംഗത്തേക്ക് വന്ന് ഒരു പരീക്ഷണം നടത്തുക എന്ന അവരുടെ ഒരു ആവേശം അത് വളരെ പ്രത്യേകതയുള്ളതാണല്ലോ. യുവമുഖങ്ങളെ കൂടുതലായി കണ്ടെത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നുണ്ട്. അത് CPM-നായാലും LDF-നാണെങ്കിലും BJP-ക്കായാലും UDF-നായാലും സമാനമായൊരു ചിത്രമുണ്ടല്ലോ. ഇത്തവണ കോർപ്പറേഷൻ്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോഴും ഈ യുവമുഖങ്ങളുടെ ഒരു പ്രാതിനിധ്യം അത് നമുക്ക് എടുത്തു പറയേണ്ടതല്ലേ? സംസ്ഥാനത്തിൻ്റെ പൊതുസാഹചര്യം നമുക്ക് ഡാനിലേക്ക് മടങ്ങി വരാം. എന്തായാലും നമ്മൾ കാണുന്ന ചിത്രം അങ്ങനെയാണ്. നാളെ ഇനി ഒരു പകൽ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ഇതാ നോക്കൂ, ദൃശ്യങ്ങൾ നോക്കൂ. ആവേശം അത് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ മാത്രമാണ് ഈ ഒരു ആവേശമുള്ളത്. ഒരുപക്ഷേ ഈ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ചെറിയ ചെറിയ അതിർത്തികളിലാണ് കോർപ്പറേഷൻ വാർഡുകളുടെ വേർവിഭജനമുള്ളത്. അതുകൊണ്ട് അത് സംഘടിക്കാൻ പറ്റുന്ന ചിലയിടങ്ങളിലൊക്കെ അത്തരമൊരു സംഘാടനം നടന്നിട്ടുണ്ടാവാം. അതാണ് ആ ചിലയിടങ്ങളിലെങ്കിലും അനുഭവപ്പെടുന്ന ആൾക്കൂട്ടം. മറ്റിടങ്ങളിലെല്ലാം വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കൂട്ടങ്ങൾ. അവിടങ്ങളിലാണ് ആ തരത്തിലാണ് ഈ പ്രചരണം അവസാനിക്കുന്നത്. ഇനി അവശേഷിക്കുന്ന ഏകദേശം 1.5 മണിക്കൂറുകൾ മാത്രമാണ്. ആ 1.5 മണിക്കൂറുകളാണ് ഈ പരസ്യ പ്രചരണത്തിലുള്ളത്. ഇത്തവണ എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം കൊഴുത്തത്. അത് സാധാരണ നമുക്ക് പരിചയമുള്ള ശബ്ദമൊക്കെ മുഴക്കിയുള്ള പതിവ് പ്രചരണ രീതികൾക്കും അപ്പുറം മൊബൈൽ ഫോണിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ സാധ്യത വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. AI സാങ്കേതിക വിദ്യയിൽ സ്ഥാനാർത്ഥികൾ സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയായി കളം നിറയുന്നത് നമ്മൾ കണ്ടു. പല പല സാധ്യതകൾ പ്രയോഗിക്കുന്നത് കണ്ടു. ഇങ്ങനെ സാധ്യതകൾ എല്ലാ രീതിയിലും പയറ്റുന്ന തെരഞ്ഞെടുപ്പായി കൂടി ഇത് മാറിയിട്ടുണ്ട് എന്ന സാഹചര്യങ്ങളുണ്ട്. അരുണും ലല്ലുവും തുടരുന്നുണ്ട്. അരുൺ, ലല്ലു, സംസ്ഥാനത്തിൻ്റെ കൊട്ടിക്കലാശം ആവേശ ചിത്രമായി മാറുകയാണ് സംസ്ഥാനത്ത്. അതാണ് ചിത്രം അനുഭവപ്പെടുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, സംസ്ഥാനത്തിൻ്റെ പൊതുചിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരികയായിരുന്നു ഈ യുവ സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യം. ഇത്തവണ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികൾ പാടുപെട്ടിട്ടുണ്ട്. പക്ഷേ കണ്ടെത്തിയവരൊക്കെ മികച്ചവരാണ്. യുവമുഖങ്ങളുണ്ട്. ഒരുപക്ഷെ ജോലിയും മറ്റും തേടി പോവേണ്ട ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കേണ്ട ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, ഒരു പരീക്ഷണം നടത്തുക എന്ന വലിയ തയ്യാറെടുപ്പുകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്തു വന്നവരാണ്. ഇവർക്കൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുക്കപ്പെട്ടാൽ തങ്ങൾ നിർവഹിക്കേണ്ട ദൗത്യത്തെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ളവരാവാം.
കോർപ്പറേഷന്റെ ചിത്രം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമാണല്ലോ. യുവമുഖങ്ങൾ പലതായുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷത്താണ് യുവമുഖങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കിട്ടാറുള്ളതെങ്കിൽ ഇത്തവണ കോൺഗ്രസ് ആയാലും BJP ആയാലും കൂടുതൽ യൂത്തന്മാരെ കണ്ടെത്തിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഓരോ മുന്നണികളും നോക്കിക്കാണുന്നതിന്റെ തെളിവായി കൂടി മാറുകയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവമുഖങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രാധാന്യം. അതോടൊപ്പം തന്നെ വളരെ പ്രമുഖരായിട്ടുള്ളവർ, അതായത് ശ്രീലേഖ, KS ശബരിനാഥൻ, ഇവരൊക്കെ ഒരു വാർഡിൽ വന്ന് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നങ്ങ് സാധാരണക്കാരായ വോട്ടർമാർക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എന്ത് ഡ്രാമയാണ് ഇത് നടക്കുന്നത്, അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു. പക്ഷേ എത്ര കണ്ട് ഗൗരവത്തോടെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഓരോ മുന്നണികളും നോക്കിക്കാണുന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയായിരുന്നു. കൃത്യമായി ഈ പ്രമുഖ മുഖങ്ങളെ തന്നെ, പരിചിത മുഖങ്ങളെ തന്നെ പ്രധാനപ്പെട്ട വാർഡുകളിലേക്ക് സ്ഥാനാർത്ഥിയാക്കാനുള്ള മുന്നണികളുടെ നീക്കം. അതോടൊപ്പമാണ് യുവമുഖങ്ങൾക്ക് അവസരം നൽകാൻ, അതായത് UDF പ്രത്യേകിച്ച് വൈഷ്ണവ് സുരേഷ് അടക്കം ഒരു UDF ഏറ്റവും യുവമുഖമാണ് വൈഷ്ണവ് സുരേഷ്. അതായത് സമരമുഖങ്ങളിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരുപാട് യുവമുഖങ്ങളെ LDF നിന്ന് അമൃതയും, കവടിയാറിൽ ശ്രീലേഖയ്ക്കെതിരെ മത്സരിക്കുന്ന അമൃത ഒരു ടെക്കിയായ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ യുവമുഖങ്ങളെ മൂന്ന് മുന്നണികളും ഒരുപോലെ കളത്തിലിറക്കിയിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതായത് കോർപ്പറേഷന് വേണ്ടി ഒരു വികസന രേഖ തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് BJPയും UDFും അതോടൊപ്പം തന്നെ നിലവിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വോട്ട് നേടിക്കൊണ്ടാണ് LDFും പ്രചാരണ രംഗത്ത് സജീവമായത്. അതിന്റെ എല്ലാ ആവേശവും എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കൊട്ടിക്കലാശം, കലാശക്കൊട്ടിന്റെ ഭാഗമായുള്ള അവസാന മണിക്കൂറിലെ ആഘോഷങ്ങൾ ഓരോ പ്രധാനപ്പെട്ട പോയിന്റുകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശമാണ് നമ്മൾ സംസ്ഥാനമെമ്പാടും കാണുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ, ആവേശം അത് കൊടുമ്പിരി കൊള്ളുകയാണ്. അവശേഷിക്കുന്ന സമയം തങ്ങളുടെ ശക്തി ഒന്നുകൂടെ പ്രകടിപ്പിക്കാൻ നമ്മൾ കൊട്ടിക്കലാശത്തെ എല്ലാ വർഷവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണുന്ന പതിവ് കാഴ്ച തന്നെയാണ്. അവിടെ സുരക്ഷയൊരുക്കാൻ വലിയ രീതിയിലുള്ള പാടുപെടൽ പോലീസിനും മറ്റ് അധികൃതർക്കും വേണ്ടിവരും. ആവേശം അതിരുകടന്നാൽ അത് പ്രവർത്തകരുടെ ഏറ്റുമുട്ടലായി മാറില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്പരമുള്ള ഏറ്റുമുട്ടലായി മാറില്ല. അതുകൊണ്ട് ആ ഒരു ജാഗ്രത പൊതുവിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് കൂടി കരുതാം. സംസ്ഥാനത്തെ 7 ജില്ലകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, അങ്ങനെ 7 ജില്ലകളാണ് നാളെ കഴിഞ്ഞ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത്. 7 ജില്ലകളും പരിശോധിക്കുമ്പോൾ കൃത്യമായ വ്യത്യസ്തതകളുള്ള ജില്ലകളാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ കൃത്യമായ രാഷ്ട്രീയം, തെക്കൻ ജില്ലകളുടെ എല്ലാ പ്രാതിനിധ്യമുള്ള മേഖലയാണ്. കൃത്യമായി ഇടതുപക്ഷത്തിന് പ്രാധാന്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ ഇടമാണ്. 2 വലിയ ജില്ലകളാണ്. അതുകൊണ്ട് ഈ ജില്ലകളുടെ ജനവിധി അങ്ങേയറ്റം നിർണായകമാണ്. അത് സങ്കീർണതയും ഉണ്ടാക്കുന്നതാണ്. അതേസമയം മറ്റു ജില്ലകളിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. നോക്കൂ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾ മധ്യകേരളത്തിൻ്റെ എല്ലാ പ്രാതിനിധ്യവും അവകാശപ്പെടാവുന്ന ജില്ലകളാണ്. വ്യത്യസ്തമായി കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ പ്രതിഫലിക്കുന്ന ഇടമാണ്. അവിടുത്തെ രാഷ്ട്രീയം കൂടി പ്രസക്തമാണ്. എറണാകുളം എന്നൊരു വലിയ ജില്ല, അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. ഒപ്പം ജില്ലാ പഞ്ചായത്ത്, ഈ വാർഡ് തെരഞ്ഞെടുപ്പിനപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൂടി പ്രസക്തമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അതിൻ്റെ ആവേശത്തിലേക്ക് എത്തുകയാണ്. അവശേഷിക്കുന്ന മണിക്കൂറുകളിൽ 1.5 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. ആ മണിക്കൂറുകളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് വിശദമായി തന്നെ വരാം. ഒരു ചെറിയ ഇടവേള.